ഇന്ന് രാവിലെ തന്നെ എണീറ്റത് ഈ കണി കണ്ടോണ്ടായിരുന്നു. വേഗം പോയി പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്കും ആകെ മൊത്തം സാമ്പാറിന്റെ മണം. പിന്നെ ഒന്നും നോക്കില്ല, വേഗം ഒരു പ്ലേറ്റ് എടുത്ത് 2 ഇഡലിയും പറക്കിയിട്ട് സാമ്പാറും ചട്നിയും ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. കൂട്ടത്തിൽ വടയുടെ കാര്യം മറന്നു പോകല്ല കേട്ടോ. ഇവരാണ് എന്റെ ഹൈലൈറ്റ്. ഇത്ര അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളിരുന്ന് കഴിക്കുന്നത് വിയറ്റ്നാമിൽ ഇരുന്നോണ്ടാന്ന് ഓർക്കണേ. അങ്ങനെ മനസ്സ് നിറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ലോട്ടെ മാർക്കറ്റിലോട്ട് പോയി. നാളെയാണ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ചോക്ലേറ്റ്സ് വാങ്ങണമല്ലോ. അതുകൊണ്ട് സ്ഥലം തപ്പി കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെയാണെങ്കിൽ ലോഡ് കണക്കിന് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ആണ് ഉള്ളത്. ഏതെടുക്കുന്നായിരുന്നു നമ്മുടെ കൺഫ്യൂഷൻ. കുറേയൊക്കെ നമ്മൾ ഇവിടുത്തെ വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ കിറ്റ്കാറ്റ്, വേഫർ, M&M അങ്ങനെയുള്ളതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫിഷ് ജെല്ലിയൊക്കെ കണ്ടില്ലേ, ഇതുപോലത്തെ കുറെ ടൈപ്പ് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കാണുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന കുറെ ചോക്ലേറ്റ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി വാരി പെറുക്കി ഉന്തിത്തള്ളി ബില്ലടിക്കാൻ പോവാം. അങ്ങനെ കുറച്ച് പൈസ അവിടെയും പൊട്ടിയിട്ടുണ്ട്. ലോട്ടെ മാർട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ പോയത് വാർ റെമിനൻസ് മ്യൂസിയത്തിലേക്കായിരുന്നു. വാറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഈ അമേരിക്കക്കാർ എന്ത് തുഷ്ടമാരാ. ഇതിൽ ഓരോ കുട്ടികളുടെയും സ്ത്രീകളുടെയും പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഇവർക്ക് ഈ പിള്ളേരോടൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നണേ. പിന്നെ യുദ്ധത്തിന് ഉപയോഗിച്ച തോക്കും പീരങ്കിയും ബോംബുകളും ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു വോള് നിറച്ച് നമുക്ക് എന്താണോ മൈൻഡിലുള്ളത് അത് എഴുതി വെക്കാം. അപ്പൊ അതിനായിട്ട് പേപ്പറും പേനയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതി സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ തന്നെ ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചേക്കണം കണ്ടപ്പോൾ മലയാളികളുടെ ഒരു പവറേ. എവിടെ പോയാലും മലയാളികൾ വരാത്തൊരു ഏരിയയും ഈ ലോകത്തുണ്ടാവില്ല. പിന്നെ അടുത്ത ഫ്ലോറിലും പോയി കണ്ടു. ലാസ്റ്റ് ഡേ നമ്മുടെ ഇന്ദിരാഗാന്ധിനെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഗൂസ് ബംസ് വന്നു കേട്ടോ.